രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ്, നോർത്ത് ബ്ലോക്ക്, സൗത്ത് ബ്ലോക്ക്, നാഷണൽ ആർക്കൈവ്സ്, ഇന്ത്യ ഗേറ്റ് ഇവയ്ക്കെല്ലാം ചുറ്റുമുള്ള മനോഹരമായ പൂന്തോട്ടങ്ങൾ, ജലധാരകൾ ഇതെല്ലാം ചേർന്ന ഡൽഹിയുടെ ഭരണസിരാകേന്ദ്രം. ഇതിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങളെ കോർത്തിണക്കി 3 കിലോമീറ്റർ നീളുന്ന രാജ്പഥ്, ജൻപഥ് എന്നീ വിശാല പാതകൾ, 16-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയായ പുരാന കില എന്ന കോട്ടയ്ക്കും ഷാജഹാനാബാദിന് തെക്കുള്ള മൽച്ച എന്ന ഗ്രാമത്തിനും ഇടയിലുള്ള പ്രദേശത്താണ് ഈ കെട്ടിട സമുച്ചയം 1929 പണി തീർത്തത്. ചുവപ്പും ബേജും സാൻഡ്സ്റ്റോണിലുള്ള ഈ കെട്ടിടങ്ങൾ പ്രധാനമായും സാഞ്ചിയിലെ അശോകസ്തൂപം പോലുള്ള ഇന്ത്യൻ വാസ്തുവിദ്യാ മാതൃകകളും മുഗൾ ശൈലിയും അക്കാലത്തെ ആധുനിക യൂറോപ്യൻ രീതികളും സ്വാംശീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റുമാരായ എഡ്വിൻ ലൂട്യൻസ്, ഹെർബർട്ട് ബേക്കർ എന്നിവരാണ് ഈ ഭരണ സമുച്ചയത്തിന്റെ ശില്പികൾ. മധ്യപ്രദേശിലെ മൊറേനയിലുള്ള ചൗസത് യോഗിനി ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് അന്ന് വൃത്താകൃതിയിലുള്ള പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. 2020 ഡിസംബർ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെൻട്രൽ വിസ്ത എന്ന പുതിയ പാർലമെന്റ് സമുച്ചയത്തിന് തറക്കല്ലിട്ടു. രാജ്യം കോവിഡിന്റെ പിടിയിൽ അമർന്ന കാലത്ത് ഇന്നത്തെ പാർലമെന്റ് മന്ദിരത്തിനു മുന്നിലായി 65,000 ചതുരശ്ര മീറ്ററിലാണ് പുതിയ പാർലമെന്റ് കെട്ടിടം വരുന്നത്. പഴയതും പുതിയതുമായ പാർലമെന്റ് കെട്ടിടങ്ങൾ ഒരൊറ്റ സമുച്ചയമായി പ്രവർത്തിക്കുമെന്നതാണ് ഔദ്യോഗിക ഭാഷ്യം. 20,000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. 86 ഏക്കറോളം പൊതുസ്ഥലം സർക്കാർ ഭൂമിയായി റീനോട്ടിഫൈ ചെയ്താണ് പണി തുടങ്ങിയത്. സാധാരണ മനുഷ്യർ വൈകുന്നേരങ്ങൾ ചിലവിടാനും നടക്കാനും ഉപയോഗിച്ചിരുന്ന അത്രയും പൊതുസ്ഥലം സർക്കാർ ഏകപക്ഷീയമായി ജനങ്ങളുമായി ചർച്ച ചെയ്യാതെ കവർന്നെടുത്തു എന്നത് ധാരാളം വിമർശനങ്ങൾ ഉയർത്തി. പാർലമെന്റ് മന്ദിരം തൊട്ട് ഇന്ത്യ ഗേറ്റ് വരെയുള്ള മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും പൊളിക്കുകയോ മാറ്റിപ്പണിയുകയോ ചെയ്തുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ദില്ലിയിൽ പലയിടത്തായുള്ള സർക്കാർ ഓഫീസുകൾ ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റ് പണിത് ഇവിടേക്ക് കൊണ്ടുവരും. പ്രധാനമന്ത്രിയുടെ പുതിയ ഭവനം ഈ പദ്ധതിയുടെ ഭാഗമായി പണിയാൻ വേണ്ടി മാത്രം 13,000 കോടി രൂപ വകയിരുത്തിയെന്നതും ചോദ്യം ചെയ്യപ്പെട്ടു. 2024 പണി പൂർത്തിയാക്കാനുള്ള തിടുക്കം തന്നെ പലതരം പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇത്തരമൊരു ബൃഹത് പദ്ധതി ഇങ്ങനെ തിരക്കിട്ട് നടപ്പാക്കുന്നത് ശരിയല്ലെന്നും വിമർശനമുയർന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ള പാരമ്പര്യ മൂല്യമുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെയും പല ഇന്ത്യൻ ആർക്കിടെക്റ്റുകളും സാമൂഹ്യ ശാസ്ത്രജ്ഞരും എതിർത്തു. പക്ഷേ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ്. ഏതു കെട്ടിടങ്ങൾ പൊളിക്കും, ഏതെല്ലാം പൊളിക്കില്ല എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തമായ ചിത്രം ജനങ്ങൾക്കു നൽകാൻ സർക്കാർ മിനക്കെട്ടിട്ടില്ല. ഇത്തരം ഒരു പദ്ധതിയുടെ ആവശ്യം സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊതുജനത്തിന് മുന്നിൽ വെക്കണമെന്നും വിമർശകർ പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങളിലും സുതാര്യതയില്ല എന്ന പരാതി ഒരു വശത്ത്. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് വർഷങ്ങൾ നീളുന്ന ഇത്തരമൊരു വിപുലമായ നിർമ്മാണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത തടസ്സങ്ങളും പൊടിയും കണ്ടുപരിചയിച്ച ഡൽഹിയുടെ മുഖം മാറുന്നതിനെതിരായ വികാരങ്ങളും മറുവശത്ത്. ആവശ്യമായ പാരിസ്ഥിതിക അനുമതികൾ ഒറ്റ പദ്ധതി എന്ന നിലയിൽ അപേക്ഷ നൽകി നേടുന്നതിനു പകരം പല കെട്ടിടങ്ങൾക്കായി ചുളുവിൽ അനുമതി നേടി എന്നതാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. ഏതായാലും ഡൽഹിയുടെ രാഷ്ട്രീയവും ഒപ്പം ജനാധിപത്യ സ്വഭാവവും മാറുക തന്നെയാണ്.